ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു വെറൈറ്റി ബുൾസൈ അടിച്ചാലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു ബുൾസൈ ഉണ്ടാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബുൾസൈയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നല്ലൊരു പരന്നൊരു ചൂടുകട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് കടുകൊന്നും വേണ്ട. നമ്മൾ അതിനകത്തേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടെ പൊടിയാക്കി അരിഞ്ഞു വെച്ചിരിക്കും. നമുക്ക് അതിനകത്തേക്കിട്ട് ആ എണ്ണയ്ക്കകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നോടം വരെ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള നമ്മൾ ചോപ്പറിനകത്ത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് വേണം. നമ്മൾ അല്ലാതെ കൈകൊണ്ട് അരിയുവാണെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് കൊത്തി അരിയണം. അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നതോടും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്തേക്ക് നമുക്കൊരു ആവശ്യമെങ്കിൽ മാത്രം ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ചെറിയൊരു തക്കാളി നമുക്കിതുപോലെ തന്നെ പൊടിയായിട്ടെടുത്ത് അതും ഇതുപോലെ തന്നെ കൊത്തി അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 സ്പൂണ് നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് പൊടി ഐറ്റംസ് വേണ്ടത്. ഇനി അതിനകത്ത് നമുക്ക് ഗരം മസാല വേണ്ടെങ്കിൽ മീറ്റ് മസാല അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. പക്ഷേ നമുക്ക് നല്ലൊരു മസാലയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഗരം മസാലയും നമ്മുടെ മീറ്റ് മസാല ഇച്ചിരി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്തേക്ക് കുരുമുളകൊന്നും ചേർത്ത് നമ്മൾ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടതാണ് എങ്കിൽ പോലും നമുക്ക് ഈ മസാല എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിക്കും മസാലയ്ക്കും ഒക്കെ കൂടെ വേണ്ടുന്ന ആ ഒരു ഉപ്പ് നമുക്ക് അതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് നല്ലപോലെ പച്ചമണമൊക്കെ പോയി ഉപ്പ് ഒത്തിരി ഓവറായിട്ട് കൂടിപ്പോയത് നമ്മുടെ ബുൾസൈക്ക് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളില്ല. ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ആ പാത്രത്തിനകത്ത് എല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പരത്തി പാത്രത്തിനകത്ത് നമുക്കൊന്ന് നിരത്തി വെക്കണം. നിരത്തി വെക്കുക എന്നൊക്കെ പറഞ്ഞ് നിരത്തി ഒന്ന് വെക്കണം. നല്ലപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം വേണം ഞാനൊരു 3 മുട്ടയാണ് ബുൾസൈ അടിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് നമ്മൾ പാത്രത്തിൽ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വെക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. നമുക്ക് കേടൊന്നും ഇല്ലാത്ത മുട്ടയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഒഴിക്കാം. ഇനിയിപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനൊരു ഈ പാത്രത്തിനകത്തൊരു 3 മുട്ട ബുൾസൈക്കുള്ള വലിപ്പമുള്ള പാത്രം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആ 3 എണ്ണം ഒഴിച്ചാലേ പറ്റുള്ളൂ. ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുഴഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ 3 മുട്ട ഒഴിച്ച് ഇച്ചിരി തീരെ ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. ഇനി ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഇച്ചിരി ആവശ്യത്തിനുള്ള ഒരു ശകലം കുരുമുളക് പൊടിയും മേളിലിട്ട് ഒരു തുള്ളി 1 പിഞ്ച് ഉപ്പും കൂടെ അതിൻ്റെ മേളിൽ കൂടെ ഇട്ട് നമുക്ക് വാങ്ങിയെടുക്കാവേ. നമ്മുടെ അടിപൊളി ബുൾസൈ റെഡിയായി. ഇപ്പോൾ നമ്മുടെ മുട്ട തന്നെ ബുൾസൈ അടിച്ച് കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊന്ന് അടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടാനായിട്ട് നല്ലതാണ്. നമുക്കപ്പോൾ ഇത് ബോയിൽ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈ ബുൾസൈ. അപ്പം പെട്ടെന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല അപാര ടേസ്റ്റിലുള്ള ബുൾസൈ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ അടിപൊളി ബുൾസൈ കണ്ടാൽ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒരു ബുൾസൈ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത്
ഇവിടെ എല്ലാവർക്കും ഒന്ന് ബ്രെഡും ഈ വെറൈറ്റി നമ്മുടെ ബുൾസൈയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.